അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേൻമൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. നമ്മൾ തേൻമൊഴിയുടെ വ്യത്യസ്തങ്ങളായ എപ്പിസോഡുകളിൽ ധാരാളം അറിവുകൾ നാം നുകരുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇന്നത്തെ ഒരു തേൻമൊഴി ഈ ഒരു എപ്പിസോഡിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുന്നവരും ആണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു അടിസ്ഥാനത്തിൽ അപ്പോൾ ഖുർആൻ പഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇഹലോകത്തും പരലോകത്തും നമുക്ക് അതിൻ്റേതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൽ ഇൻഷാ അല്ലാ സൂറത്തുൽ ഫാത്തിഹയുടെ അതിൻ്റെ ഒരു പാരായണവും അതിൻ്റെ ചെറിയൊരു അർത്ഥവുമാണ് ഇൻഷാ അല്ലാ ഈ ഒരു എപ്പിസോഡിൽ നാം ഉദ്ദേശിക്കുന്നത്. കൂട്ടുകാരെ, സൂറത്തുൽ ഫാത്തിഹ എന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ മുസ്ഹഫ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ആദ്യത്തെ സൂറത്താണല്ലേ. ആ സൂറത്ത് എന്ന് പറയുന്നത് മക്കിയായിട്ടുള്ള, അതായത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ പെട്ടതാണ്. അതിൽ 7 ആയത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുക. സൂറത്തുൽ ഫാത്തിഹ എന്നത് ധാരാളം പേരുകളിലൂടെ അറിയപ്പെട്ടൊരു സൂറത്താണ്. ഉമ്മുൽ ഖുർആൻ, അതുപോലെ ഉമ്മുൽ കിതാബ്, സബഉൽ മസാനി, അതുപോലെ തന്നെ അൽഹംദു തുടങ്ങിയിട്ടുള്ള പേരുകൾ നമുക്ക് തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ആ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പാരായണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ കൂട്ടുകാരും മുസ്ഹഫ് എടുത്ത് ഖുർആൻ എടുത്ത് സൂറത്തുൽ ഫാത്തിഹ തുറന്ന് ആ സൂറത്തുൽ ഫാത്തിഹയുടെ നാം ഓതുന്ന ഓരോ ആയത്തിലും കൃത്യമായി നോക്കി ഓതുമ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ പറയുന്ന കാര്യം കൃത്യമായി ഗ്രഹിക്കാൻ സാധിക്കും. എല്ലാ കൂട്ടുകാരും ഈ ഒരു പാരായണത്തിലേക്ക് കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഒരു തവണ പൂർണ്ണമായി കൊണ്ട് പാരായണം ചെയ്യും. അതിനുശേഷം അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു തവണ കൂടി പാരായണം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇൻഷാ അല്ലാ നമുക്കിനി അർത്ഥം കൂടി മനസ്സിലാക്കി ഒന്നുകൂടി പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നുള്ളതാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന ആയത്തിൻ്റെ അർത്ഥം. നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു ബിസ്മി തുടങ്ങിയിട്ടായിരിക്കും, ഈ ബിസ്മി കൊണ്ടായിരിക്കും നാം ഏതൊരു പ്രവൃത്തിയും ഏർപ്പെടാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ബിസ്മി തുടങ്ങുക എന്നുള്ളത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ ലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അർറഹ്മാനിർ റഹീം. ഇനി എങ്ങനെയുള്ള അള്ളാഹുവാണ് അർ റഹ്മാനിർ റഹീം? പരമ കാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും.
മാലികി യൗമിദ്ദീൻ. എന്നിട്ട് അള്ളാഹ് പറയുകയാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും എന്നുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ ഒരായത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്ന റബ്ബേ എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നാം പറയുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്നിട്ട് അള്ളാഹുവോട് നാം ചോദിക്കുകയാണ്, അള്ളാഹുവേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹ് ഞങ്ങളെ നീ നേരായ മാർഗത്തിലാക്കണേ റബ്ബേ എന്ന് നാം അള്ളാഹുവോട് നാം ദിനേന ചോദിക്കുകയാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നാം അള്ളാഹുവോട് അടുത്തായി ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്നോ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവെ ഏതെങ്കിലും ഒരു മാർഗത്തിലല്ല അള്ളാഹു ഞങ്ങൾ നയിക്കുന്നത്. അൻഅംത അലൈഹിം, അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാരുടെയും സ്വാലിഹുകളുടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങൾ ആക്കണേ എന്നാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള ആയത്ത് ഓതിനു ശേഷം നാം ഓതുന്നത് എന്താണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവെ സച്ചരിതരായ പ്രവാചകന്മാരുടെയും അവരെ പിന്തുടർന്ന സഹാബത്തിൻ്റെയും ശുഹദാക്കളുടെയും അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ ജീവിച്ച അനുഗ്രഹീതരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ എന്നാണ് നാം പറയുന്നത്. അതിനുശേഷം നാം വീണ്ടും പറയുകയാണ് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അള്ളാഹുവെ നിന്റെ കോപത്തിന് ഇരയാരുടെ മാർഗത്തിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ചേർക്കല്ലേ. അള്ളാഹുവെ വഴി പിഴച്ചവരുടെ മാർഗത്തിൽ അള്ളാഹ് ഞങ്ങളെ നീ ചേർക്കല്ലേ. അങ്ങനെ എങ്ങാനും ഞങ്ങളായിപ്പോയാൽ ഞങ്ങളുടെ സങ്കേതം ഞങ്ങൾ നാളെ മരിച്ചു പോയാൽ അള്ളാഹ് നിന്റെ നരകത്തിലായിരിക്കും. ആ കത്തി അമരുന്ന നരകത്തിൽ ഞങ്ങളും അവിടെ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ആ ഒരു പൂർണ്ണ ബോധത്തോടു കൂടിയായിരിക്കണം നാം ഈ ഒരു ആയത്ത് ചെല്ലേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ചൊല്ലാറുള്ളതാണ് ആമീൻ എന്നുള്ളത്. അതായത് അള്ളാഹുവെ നമ്മുടെ ഈ പ്രാർത്ഥന സ്വീകരിക്കണം എന്നുള്ളത്. പ്രിയമുള്ളവരെ, സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ 17 തവണയെങ്കിലും ദിനേന ചുരുങ്ങിയത് നമ്മുടെ നിസ്കാരത്തിലൊക്കെ നിർബന്ധമായിക്കൊണ്ടും ചൊല്ലുന്ന ഒന്നാണ്. അതുകൊണ്ട് കൂട്ടുകാരെന്താക്കണം, കൃത്യമായിക്കൊണ്ട് അർത്ഥസഹിതം പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആളുകളിൽ നാം ഇവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി.